സ്റ്റിൽ ഇപ്പോഴും റീൽസിന്റെ ലൂപ്പിലും ഗെയിംസിനെ പറ്റി സമയം വേസ്റ്റ് ചെയ്ത് ആഗ്രഹിക്കുന്ന ലൈഫും പേഴ്സണാലിറ്റിയും ബിൽഡ് ചെയ്യാൻ സാധിക്കാതെ സ്ട്രക്കായി നിൽക്കുന്നവരാണ് നിങ്ങൾ. പ്ലീസ് ഇപ്പൊ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റണം. കാരണം നമ്മുടെ ലൈഫിന് നമ്മൾ കൊടുക്കുന്നൊരു വാല്യൂ പവറും ഉണ്ട്. നമ്മുടെ ലൈഫിനെ ഫിക്സ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മുടെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് നമ്മളാണ്, മറ്റൊരാളുമല്ല. നിന്റെ കയ്യിലിരിക്കുന്ന ഫോണോ നിന്റെ ഗെയിംസോ അല്ല നിന്റെ ഭരിക്കേണ്ടത്. നിന്റെ ലൈഫിനെ ഭരിക്കേണ്ടത് നീയാണ്. സോ ഈ വീഡിയോയിൽ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ വെറും 3 സ്റ്റെപ്പിലൂടെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോ. ബട്ട് നിനക്കൊരു പെർഫെക്റ്റ് പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇൻ മീ, ഒരു ആഴ്ചയിൽ 10 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരാണെങ്കിൽ ഞാൻ നിങ്ങളെ പെർഫെക്റ്റ് പേഴ്സൺ ആക്കി തരാം. 100% ഗ്യാരണ്ടി. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തോ. മെന്റൽ, ഫിസിക്കൽ, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ലുക്ക്, മാസിക്, ഫൈനാൻഷ്യൽ എല്ലാ മേഖലയെ കുറിച്ചുള്ള വ്യക്തമായ പഠിച്ച വീഡിയോസ് നിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഈ ചാനൽ ഇനിയും അപ്ലോഡ് ചെയ്തതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ചെയ്തില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റെപ്പ് 1, ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. ബിക്കോസ് ഇന്ന് നീ ആരാധിക്കുന്ന ഏതൊരു മഹാനും ഏതൊരു മഹത് വ്യക്തിയും ഇന്ന് അവിടെ ആയിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെടുത്ത ഒരു വ്യക്തമായ തീരുമാനമാണ്. സോ ടേക്ക് എ ഡിസിഷൻ റൈറ്റ് നൗ. ബട്ട് നിങ്ങൾ ഒരിക്കലും പ്രോക്കാസ്റ്റിംഗ് ചെയ്യരുത്. പലരും പറയും നാളെ മുതൽ ഞാൻ നന്നാവും, അടുത്ത ന്യൂ ഇയർ മുതൽ ഞാൻ മികച്ച ഒരാളായിരിക്കും. സുഹൃത്തെ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളുടെ ആദ്യത്തെ ദിവസം ഇപ്പോഴാണ്. ഇനി വരാൻ പോകുന്ന നിമിഷങ്ങളുടെ ആദ്യത്തെ നിമിഷം ഇപ്പോഴാണ്. സോ എവറി സെക്കൻഡ് ഇസ് എ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ടേക്ക് എ റൈറ്റ് ഡിസിഷൻ റൈറ്റ് നൗ. മഹാത്മാഗാന്ധിയുടെ ഒരു വാചകമുണ്ട്, യുവർ ഫ്യൂച്ചർ ഇസ് ഡിപ്പെൻഡ് ഓൺ വാട്ട് എവർ യു ഡു ടുഡേ. സോ ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. സ്റ്റെപ്പ് 2, ഫോക്കസ് ഓൺ കൺസിസ്റ്റന്റ് ആക്ഷൻസ് ഓർ ഹാബിറ്റ്സ്. സുഹൃത്തെ, നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെന്ന് വെക്കുക. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് തുടരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ കൺസിസ്റ്റന്റ് ആയിരിക്കണം. സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ മുറി വൃത്തികേടായി കിടക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം അത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അത് വൃത്തിയാക്കിയാൽ വിത്തിൻ 5 days അത് വീണ്ടും വൃത്തികേടാകും. കാരണം നിങ്ങളുടെ മുറി വൃത്തിയാക്കിയെങ്കിലും നിങ്ങളുടെ മുറിയെ വൃത്തികേടാക്കുന്ന നിങ്ങളുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസിനെ, സ്വഭാവത്തെ, ഹാബിറ്റിനെ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ലോകപ്രസിദ്ധമായ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അതിൽ എഴുത്തുകാർ എഴുതിയൊരു വരിയുണ്ട്, ഫോർഗെറ്റ് അബൌട്ട് യുവർ ഗോൾസ്, ഫോക്കസ് ഓൺ സിസ്റ്റംസ്. റെപ്പിറ്റേഷൻ ഓഫ് ടൈനി ആക്ഷൻസ് ആണ് സിസ്റ്റം. സൂക്ഷ്മമായ പ്രവർത്തനങ്ങളുടെ ആവർത്തനം, അതിന് നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് അപ്പുറം എത്തിക്കാൻ സാധിക്കും. സോ കൺഫ്യൂസ് ആവണ്ട. നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്. ആ ഗോളിലേക്ക് നിങ്ങൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ ഗോളിൽ എത്തിച്ചേരും. ആ പ്രവൃത്തി എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഗോളിൽ തുടരും. സോ നിങ്ങളുടെ ജീവിതത്തെ പ്രൊഡക്റ്റീവ് ആക്കാൻ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നയിക്കാൻ നിങ്ങൾ ചെയ്തിരിക്കേണ്ട 5 പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ്. ഈ 5 ഹാബിറ്റ്സ് മതി നിങ്ങളുടെ ലൈഫിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ. ഹാബിറ്റ് നമ്പർ 1, മേക്ക് യുവർ ബെഡ് എവറി മോർണിംഗ്. കാരണം സയന്റിഫിക്കലി പ്രോൺ ആണ്. പോസിറ്റീവായിട്ടൊരു അന്തരീക്ഷം നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി നൽകും. ആ ദിവസം ആദ്യമായി നിങ്ങൾ വിജയിച്ച കാര്യവും അത് തന്നെയായിരിക്കും. ഇത് നിങ്ങൾക്കൊരു അച്ചടക്കവും നിങ്ങളുടെ ലൈഫിൽ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾക്ക് ഇത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഹാബിറ്റ് നമ്പർ 2, 10-minute മെഡിറ്റേഷൻ. മെഡിറ്റേഷന് മെന്റലി, ഫിസിക്കലി ആൻഡ് സ്ട്രെസ് ഫ്രീ ആക്കാൻ നിങ്ങളെ സാധിക്കും. വളരെയേറെ ബെനിഫിറ്റ്സും നിങ്ങളുടെ ലൈഫിന്റെ വേ നിങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഹാബിറ്റ് നമ്പർ 3, ടു ഡു ലിസ്റ്റ്. നിങ്ങളുടെ സമയവും ദിവസവും പാഴായി പോകുന്നതിന്റെ കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തതാണ്. അതുകൊണ്ട് സുഹൃത്തെ, എല്ലാ ദിവസവും കാലത്തെണീച്ച് നിങ്ങൾ അന്ന് ചെയ്തിരിക്കേണ്ട 3 ആക്ടിവിറ്റീസ്, എന്തായാലും ചെയ്തിരിക്കേണ്ട 3 പ്രവർത്തനങ്ങൾ എഴുതി വെക്കുക. അത് കംപ്ലീറ്റ് ചെയ്യുക. ഹാബിറ്റ് നമ്പർ 4, 10-minute വർക്കൗട്ട്. പലരും വർക്കൗട്ട് ചെയ്യുന്നത് ഒരു മസ്കുലിൻ ബോഡിക്ക് വേണ്ടിയാണ്. ബട്ട് സത്യമാണ്, ഫിസിക്കലി ഫിറ്റായ ഒരു ബോഡി നമുക്കൊരു കോൺഫിഡൻസ് നൽകും. അതിനപ്പുറം നിങ്ങളോട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പറയുന്നത്
ഫോർ മെന്റൽ പ്ലഷർ. നിങ്ങൾ എല്ലാ ദിവസവും കാലത്ത് വെറും 10 മിനിറ്റ് വർക്കൗട്ട് ചെയ്താൽ മതി. ആ ലൈഫ് മുഴുവൻ, ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, ഒരു എനർജി ഉണ്ട്. സോ വർക്കൗട്ട്. അടുത്തതായിട്ടുള്ള ഹാബിറ്റ് നമ്പർ 5, റീഡ് 10 pages at least a day. സുഹൃത്ത്, നോളജ് ഇസ് എ പവർ ദാറ്റ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഈ ലോകത്ത് മാറ്റിമറിക്കാൻ സാധിക്കുന്നത് ഒന്നേ ഉള്ളൂ, അത് അറിവാണ്. പലരും ചോദിക്കും പണമല്ലേ? പണത്തിനും അപ്പുറം പണം ഉണ്ടാക്കുന്നത് തന്നെ അറിവിലൂടെയാണ്. അറിവില്ലാത്തവന് ലോകത്ത് എവിടെയും വിലയില്ല. സോ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ഗെയിൻ നോളജ്. ഇനി അടുത്തതായി നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാനുള്ള 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്ക് സിമ്പിൾ റൂട്ടീൻ. സുഹൃത്തെ, എല്ലാത്തിനും കൃത്യമായ സമയം വെക്കണമെന്ന് ഞാൻ പറയില്ല. എല്ലാത്തിനും നമുക്ക് കൃത്യമായ സമയത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന്, നിങ്ങളുടെ ബോഡിയെ ബോധർ ചെയ്യുന്ന 3 കാര്യം. 1 സ്ലീപ്പിംഗ് ടൈം, 2 ഈറ്റിംഗ് ടൈം, 3 വർക്കിംഗ് ടൈം. ഫസ്റ്റ് സ്ലീപ്പിംഗ് ടൈം. ഏറ്റവും നല്ല ഉറങ്ങാനുള്ള സമയം 10 മണി മുതൽ 5 മണി വരെയാണ്. കാരണം നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയമുണ്ട്. സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുമ്പുള്ള ഒരു സമയം. ഹെവി ഫോക്കസും പ്രൊഡക്ടിവിറ്റി നൽകുന്ന നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രയോറിറ്റിയുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല നിമിഷം. അതുപോലെ തന്നെ ഡീപ് സ്ലീപ്പിലൂടെ ഒട്ടേറെ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ബാക്കിയുള്ള 2 ടൈമും ഈറ്റിംഗ് ടൈം, ദാറ്റ് ഈസ് യുവർ പ്രയോറിറ്റി. കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വർക്കിംഗ് ടൈമും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഈ 3 കാര്യങ്ങളും കോമൺ ആയി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിനെല്ലാം ദിവസവും ഒരു സമയം നിശ്ചയിക്കണം. എപ്പോഴും ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ ഫുഡ് കഴിക്കാനും ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടൈമിൽ വർക്ക് ചെയ്യാനും ശ്രമിക്കണം. ഫുഡ് രാത്രി 7 മണിക്ക് മുമ്പ് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. സോ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ വെൽ റൂട്ടീനാക്കിയിട്ട് ഫോളോ ചെയ്തു. കാരണം ശരീരത്തെ സംബന്ധിച്ച് ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്നത്. അത് ശരീരത്തെ നിങ്ങളൊരു ബയോളജിക്കൽ ക്ലോക്ക് പോലെ സെറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഹെൽത്തിന് അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ടൈം, കൺസ്യൂം ചെയ്ത് അതുപോലെ വർക്ക് ചെയ്യുന്ന ടൈം, അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യുന്ന ടൈം, 3 ടൈമുകളാണ് നിങ്ങളുടെ ശരീരത്തെ ബോധർ ചെയ്യുന്നത്. ആ 3ഉം നിങ്ങൾ റൂട്ടീനാക്കണം. ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി ഒരു റൂട്ടീനായിട്ട് അതിൻ്റെ ഒപ്പം വരും. സോ ഈ 3 സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് ലൈഫിനെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആക്കാം. പ്രൊഡക്റ്റീവ് ആക്കിയ മാത്രം പോരാ, നിങ്ങൾ നോളജ് ഗെയിൻ ചെയ്തിട്ട് ലൈഫിലെ ഓരോ മേഖലകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറിച്ച് പഠിച്ച വ്യക്തമായ വീഡിയോസ്, കറക്റ്റ് ഓർഡറിൽ മൈൻഡ് സെറ്റ്, പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, അങ്ങനെ എല്ലാ മേഖലയെ കുറിച്ച് വ്യക്തമായി പഠിച്ച വീഡിയോസ് ഈ ചാനൽ വരുന്നതായിരിക്കും. സുഹൃത്ത്, ഇതൊരു ചാലഞ്ചായിട്ട് കാണണം. ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഞാൻ അക്സെപ്റ്റ് ചെയ്യുക, ഈ ചാലഞ്ചിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ആഴ്ചയിൽ വെറും 10 മിനിറ്റ് മാറ്റി വെച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റും എന്ന് പൂർണ്ണമായി തീരുമാനിക്കുക. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.